ഫയർ ഗെയിമിങ്. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ മറ്റേ മൈൻക്രാഫ്റ്റിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ മൈൻ ചെയ്ത് ഇവിടെ എത്തി. ബാക്കി ഇതാ ലൈവ് ഒരു സ്ഥലം കൂടെ ഉള്ളൂ നമ്മുടെ. പിന്നെ നൈറ്റാണ്. അപ്പോൾ അയൺ കിട്ടി ഗൈസ്. പോയിട്ട് അയനെങ്കിലും കിട്ടിയില്ലേ. അപ്പോൾ വീഡിയോ കണ്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ കേട്ടോ ഗൈസ്. ഇവിടെ നമ്മൾ കോള് പക്ഷെ അയൺ തീർന്നു തോന്നുന്നു. അയൺ തീർന്നു ഗൈസ്. നമുക്ക് അങ്ങോട്ട് പണി തീരുമെന്ന് തോന്നുന്നു. അതെന്തൊരു ശബ്ദമാണ് വേറെ വ്യത്യസ്ത. വെറുതെ എന്തൊക്കെ കുട്ടിക്ക് ഇങ്ങനെ പോയാൽ നമുക്ക് നമുക്ക് അറിയിക്കില്ല. എന്തായാലും നമുക്ക് നൈറ്റ് ആയിട്ട് ബെഡുണ്ട്. ബെഡുണ്ട് നമുക്ക് നൈറ്റ് കളയണം. മോർണിംഗ് ആക്കാം ഗൈസ്. മോർണിംഗ് ആക്കിയിട്ട് നമുക്ക് നേരെ പോവാം. ഗൈസ് താങ്ക് യു ഫോർ ഓൾ. 35 വ്യൂവേഴ്സ് ആക്കിയതിന് താങ്ക് യു എല്ലാവർക്കും. അപ്പോൾ ഇനിയും എപ്പിസോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും അതിൻ്റെ എപ്പിസോഡ്സ് തരണമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഗൈസ്, ഈ സംഭവം എൻ്റെ പോവാ. കേവാണ് തോന്നുന്നത്. കല്ലോട്ടിരിക്കണ സ്കോപ്പറോണ്ടൊരു ഇത് വേണ്ട കേട്ടോ. സ്കോപ്പർ ഞാൻ കൊത്തിരിക്കുന്നില്ല. കഴിഞ്ഞു നമുക്കെന്തായാലും ചാടി പോവാം. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്കില്ലെങ്കിൽ സൈഡിലേക്ക് ഏത് സ്ഥലത്തെത്തി. ഒന്ന് ചുറ്റിനുള്ള ഒന്നും കാണാല്ലേ ഗൈസ്. ഞാൻ ഇവിടെ അറിയാണ്ട് പോയി. എനിക്ക് ഇവിടെ ചിരിക്കാൻ ശബ്ദം. ഓക്കെ, ഇനി നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റേ മോഡ് ഇട്ടിട്ട് കളിക്കാം. പട്ടിക്കുട്ടിയായിരുന്നു കണ്ട്. ഓക്കെ, നമുക്ക് ഇവനൊന്ന് അടിച്ചിട്ട് ഓടാം ഗൈസ്. വർക്കം തെളിയാന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന പട്ടിനെ മറ്റേ ചൊറയാൻ നിൽക്കണ്ടായിരുന്നു. ഗൈസ് ഇപ്പോൾ ബാക്കിലില്ല, പോയി ഗൈസ്. അവർക്ക് എന്നെ ഒന്നും തോപ്പിക്കാൻ പറ്റില്ല ഗൈസ്. കാരണം ഓടി തോപ്പിക്കണമെങ്കിൽ അവർ കുറച്ച് ജന്മം കഴിയുന്നുണ്ട്. അതെല്ലാം ഞാൻ എടുത്തുട്ടാ. അയ്യോ ഗൈസ്, അവൻ്റെ ഫാമിലി തൊട്ട് ഞാനങ്ങനെ പോകുന്നേ. ഗൈസ് ഓട്. ഗൈസ് ബാക്ക് വരില്ല കേട്ടോ. അയ്യോ, ഇവനെ പോയി കൊന്നാലോ.
അയ്യോ ബസ് എന്നേക്കും കൂടിയിട്ട് ഞാൻ ചത്തു. അപ്പോൾ റീസ്പോൺ എവിടെയാണ് അറിയില്ല. കേവിലുള്ള കാച്ചെങ്ങ ബസ് കഷ്ടപ്പാടെല്ലാം പോയി. അയ്യോ കഷ്ടപ്പാടെല്ലാം എന്താ എന്തോ അങ്ങനത്തെ ഒരു വഴിയിലുണ്ട് നമ്മൾ പോയ ഒരു സ്ഥലത്ത് അവിടെ ഉണ്ട്. എന്താ സാധനം ഈശ്വര അത് കിട്ടിയാൽ മതി എനിക്ക്. ഇത് വെള്ളമില്ലാത്ത ഇതിപ്പോ തലവേനായാലോ. കളി അടിപൊളിയായി ഗൈസ്. നമുക്ക് ഫുഡായിട്ട് തുടങ്ങാം. ഈ റോയും കൂടെ വെട്ടിയേ മതി. 6 എണ്ണമായി. നേരെ പോവാം. എന്നിട്ട് ഉണ്ടാക്കാൻ അതുകൊണ്ട് പ്ലാങ് ഉണ്ടാക്കാൻ അങ്ങോട്ട് പോയിട്ട് പ്ലാങ് ഇതല്ലല്ലോ പ്ലാങ് ഇതുണ്ടാക്കാം. കുറെ കിട്ടി തോന്നുന്നു. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി എല്ലാം ആണോ ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടല്ലേ. അപ്പോൾ കുറച്ച് സ്റ്റിക്സ് വാങ്ങിയിട്ട് ഒന്നും ഉണ്ടാകാമല്ലോ ഗൈസ്. ഞങ്ങൾക്ക് ഇതൂടെ വെച്ചിട്ട് ഗൈസ് ഒരു ആക്സ്, ഒരു സോഡ്, ഒരു പിക്കാക്സ്, ഒരു ഷവല്, പിന്നെ വേണ്ട പിന്നെ ഇവിടെ മരമൊക്കെ തുടങ്ങാം. ഹീറോ നമുക്ക് പോവാം. വീട് സ്റ്റക്കാണ്ട് തോന്നുന്നു ചെറുതായി. കുഴപ്പമില്ലല്ലോ. പട്ടുകുട്ടീനോടെ വെച്ചാൽ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിന് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ ഫ്രണ്ട് പോകുമ്പോൾ എനിക്ക് നിൽക്കാനും പറ്റില്ല. കുറച്ചുകൂടി കുഴപ്പം. കുറേ നമുക്ക് രണ്ടെണ്ണം കിട്ടിയ ഈ വീട്ടിൽ വെറുതെ കൊന്നു. കുഴപ്പമില്ല. ഇവിടുത്തെ നല്ല വില്ലേജ് ഉണ്ടോ നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനെ പോവാം. സാധനങ്ങൾ പോയി എത്ര കഷ്ടപ്പെട്ടിട്ട് തന്നെ അതിൻ്റെ ആ ലെവലിലേക്ക് വീണ്ടും വരണ്ടേ. ലെവലിലേക്ക് വരണമെങ്കിൽ കുറച്ച് നേരം വിളിക്കും. ഗെയിം ചെറുതായിട്ട് സ്റ്റക്ക് ആവണ്ടൊക്കെ സോറി കിട്ടും. അപ്പോൾ മറ്റേ എന്താ അറിയില്ല. നമുക്ക് നോക്കിയാ റിസ്ക് എടുക്കണോ? റിസ്ക് എടുക്കണ്ടല്ലേ. കുറേ മരമുണ്ട്, കുഴപ്പമില്ല.
പോയി ഓ അവിടെ ഒരു അമ്പലമല്ല കണ്ണ് പക്ഷെ അവിടെ ഒരു അമ്പലം ഉണ്ട് തോന്നുന്നു ടെമ്പിൾ ഉണ്ട് തോന്നുന്നു ടെമ്പിൾ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ടെമ്പിൾ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചാടിയിട്ട് സാധനങ്ങൾ എടുക്കാമല്ലോ അല്ലേ അമ്പലമില്ല അവിടെ ഗോൾഡ് ആപ്പിളൊക്കെ കിട്ടായിരുന്നു ഗോൾഡൻ ആപ്പിളൊക്കെ പക്ഷെ പോയി രണ്ടാമകളുണ്ട് വേണ്ട അവർക്കും ആഗ്രഹമില്ല ജീവിക്കണമൊക്കെ അയ്യോ ഗൈസ് ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോയി എവിടെ രണ്ട് കിട്ടി ഒരേ കളർ രണ്ട് ഷിപ്പ് ഒരേ കളർ രണ്ട് ഷിപ്പ് മൂളെങ്കിലും കിട്ടി എനിക്ക് സാധനം ഇവിടെ വില്ലേജ് കിട്ടിന് നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ സോറി കിട്ടു രാത്രി സോംബികൾ വരുമെന്ന് തോന്നുന്നു പെട്ടെന്ന് കുഴപ്പമില്ല എന്തൊരു ലക്കാളേ ഗൈസ് നമ്മള് സർവറിൽ കയറിയാണ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ എല്ലാം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം പോലെ അല്ലേ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് ഗൈസ് ശബ്ദം കേൾക്കാണ്ട് കിടക്കാൻ ബെഡൊന്നും ഇല്ലല്ലോ ബെഡില്ലാത്ത രീതി അയ്യോ ഇനി മുകളിലേക്കുണ്ടോ സ്ഥലം ഇവരെങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ആദ്യം സാധനം എടുക്കണമെന്നുള്ള നല്ലത് പോയി ഉറങ്ങാം നമുക്ക് ഉറങ്ങാം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഗൈസ് അതെ നമുക്ക് സ്റ്റീലിങ് ചെയ്യാം സ്റ്റീൽ മടിക്കില്ല കുട്ടി വികിരികളുണ്ട് ഗൈസ് കുട്ടി വികിരി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പൊ നമുക്ക് ചെസ്റ്റ് ഒടിയില്ല നോക്കാം വെറുതെ ഉണ്ടാവാറില്ല എന്നാലും വെറുതെ ഒന്ന് നോക്കാം അതെന്താ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കേൾക്കുമല്ലോ ഓ ഗൈസ് നമ്മൾ ഈ സ്ഥലത്ത് വന്നിട്ടുള്ളതാണ് ആക്ച്വലി നമ്മൾ ഈ സ്ഥലത്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഒന്നും നടത്തിട്ടുണ്ടാവില്ല പേടിയാണ് എന്തൊരു ശബ്ദം അപ്പൊ ഗൈസ് എൻ്റെ കൂടെ എൻ്റെ അനിയത്തി ഉണ്ട് ഒരു ഹായ് പറയും ചെറിയ പറയും ഹായ് ഇവിടെ എവിടെയും ചെസ്റ്റ് ഒന്നുമില്ല കുഴപ്പമില്ല നാളെ കളിയേക്കാം നോക്കണ്ടത് ഒരു ബീഫ് നമുക്ക് റോസ്റ്റ് കഴിക്കാം കുറച്ച് ഇവരൊക്കെ നമ്മുടെ ആരാധന വടി കൊണ്ട് അടിക്കാം അതെന്തായി അപ്പൊ ആക്ച്വലി നാളെ നടക്കാം നാളെ വെച്ചിട്ടുണ്ട് ഇതെന്താ കൂടെ വരാതെ സോറി എൻട്രമാനല്ലത് എൻട്രമാൻ്റെ സംഭവം എന്താ എൻ്റെ ചിക്കനോ
ഗൈസ് തിന്നാം ഗൈസ് തിന്നാം. അങ്ങനെ അത് കഴിഞ്ഞു, ഇതും കൂടെ കഴിഞ്ഞു. ഇതെന്തത് കുറേ ശബ്ദം എന്താ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് പൊട്ടിക്കുക ഗൈസ്. ന്യൂ റെസിപ്പി അൺലോക്കായി ഗൈസ്. എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാം. വാതിൽ തുറക്കാൻ എനിക്കൊരു സംശയമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറെ ചെസ്റ്റ് ഉണ്ട്. കിട്ടി. ഒരു ഉണക്ക ബ്രെഡ് ഉണ്ട്. ഇത് ചൂടാക്കണ്ടായിരുന്നു ഗൈസ്. കുഴപ്പമില്ല, നമ്മളടുത്ത് പോണെങ്കിൽ ഫുഡ് ഒന്ന് മരം എന്താ ഇതൊരു സ്റ്റോറി മരത്തിൽ എന്താ കത്തിയാനൊക്കെ. അപ്പോൾ ഗൈസ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി തേർഡ് പാർട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇടുന്നതാണ്. അപ്പോൾ